ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ഒറ്റപ്പെടാത്തവർ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. ഈ ഒറ്റപ്പെടലുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്? ഒറ്റപ്പെടലുകൾ എപ്പോഴും വേദനയാണ്. ഓരോ ഒറ്റപ്പെടലിനപ്പുറവും അത് അതിജീവിച്ച് പുറത്തു വരാൻ മനുഷ്യരെടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്, ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. അത് ഭയങ്കര ഹാർഡായിരിക്കും. ആ ഒറ്റപ്പെടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഈ ഭൂമിയിൽ നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല എന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ കരുതാൻ, നമ്മളെ ഇഷ്ടപ്പെടാൻ, നമ്മുടെ ഒപ്പം നടക്കാൻ ഒന്നും ആരുമില്ലല്ലോ എന്നുള്ളതായിരിക്കും ആ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ വേദന. സാഹചര്യങ്ങളായിരിക്കാം മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്നത്. ചിലപ്പോൾ കർത്താവും നമ്മളെ ഒറ്റപ്പെടുത്താറുണ്ട്. കർത്താവാണ് ഒറ്റപ്പെടുത്തുന്നതെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കായിട്ടായിരിക്കും. ഇങ്ങനെ ജീവിതത്തിൽ പല പ്രാവശ്യം ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഓരോ ഒറ്റപ്പെടലിനപ്പുറത്തും എന്നെ ശക്തീകരിക്കുന്ന, എൻ്റെ കൂടെ ഇരിക്കുന്ന, എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട്. യെശയ്യാവ് 43 4 നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഹല്ലേലൂയ. ഈ വചനത്തിന് ഇത്രയും നീളം ഉണ്ടെങ്കിലും ഞാനതിൻ്റെ ആദ്യത്തെ വചനം മാത്രമാണ് എൻ്റെ പേഴ്സണലായിട്ട് എടുത്തിട്ടുള്ളത്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആര് സ്നേഹിച്ചില്ലെങ്കിലും, ആര് മാന്യനായി എന്നെ കണ്ടില്ലെങ്കിലും, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് മാന്യത നൽകുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒറ്റപ്പെടലുകളുടെ വേദനയേക്കാൾ മധുരം കൂടുതലായിരിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, മനുഷ്യൻ തരുന്നതിനേക്കാൾ സ്നേഹവും മാധുര്യവും സന്തോഷവും സമാധാനവും തരുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് മനുഷ്യരിലേക്ക് നോക്കണ്ട, കർത്താവിങ്കലേക്ക് നോക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.